ഹലോ ഡിയേഴ്സ്, ലവ്ലി ദേവികയുടെ ഒരു പുതിയ കിടിലൻ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൂപ്പർ കഥയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. കഥ കേൾക്കാൻ പോകുന്ന എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ കഥകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് ഓരോ പുതിയ കഥയുമായി വരാനുള്ള എൻ്റെ ഊർജം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഹോട്ട് വേർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. അങ്ങോട്ടേക്ക് വന്നാൽ എല്ലാം നല്ല ഹോട്ടായിട്ട് പറയുന്നത് കേൾക്കുകയും ചെയ്യാം. നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തില്ലേ? ദാ കഥ തുടങ്ങുകയാണേ. ആ നാട്ടിലെ പ്രതാപശാലിയായ ഒരു തറവാട്ടിലെ കുടുംബനാഥനാണ് പ്രതാപ്. പഴയ രാജവംശത്തിൽപ്പെട്ട ഫാമിലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ത് രാജവംശമല്ലേ. ആ നാട്ടിലെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആളാണ് കേട്ടോ പുള്ളി. നല്ല ഒന്നാന്തരം ബിസിനസ്മാൻ. സ്കൂളുണ്ട്, ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇപ്പോൾ പുറത്താണ്. ഒരു മോളും ഒരു മോനുമാണുള്ളത്. മോളും പഠിക്കാനായിട്ട് ഡൽഹിയിലാണുള്ളത്. മോനും ബാംഗ്ലൂരാ പഠിക്കുന്നത്. ഇപ്പോൾ ഭാര്യയും കുറച്ച് ജോലിക്കാരും പിന്നെ ഭാര്യയുടെ വീട്ടുകാരും ഒക്കെയാണ് വീട്ടിലുള്ളത്. വളരെ വലിയ വീടാണ്. ഒരു വലിയ കൊട്ടാരം പോലെ തോന്നും. ആ ഇല്ലത്ത് ഉണ്ടായിരുന്ന ആ മുത്തശ്ശനും മരിക്കുമ്പോൾ സ്വത്തുക്കളെല്ലാം ഏക മകനായ പ്രതാപിന് എഴുതി വെച്ചു. അതുകൊണ്ടെന്താ, നാട്ടിലെ ഒന്നൊന്നര പുതിയ നേതാവായി മാറി പുള്ളി. രാഷ്ട്രീയത്തിലും പല മേഖലകളിലും ആൾക്ക് സ്വാധീനമുണ്ട്. എന്ന് വെച്ച് ആൾ കുഴപ്പക്കാരനല്ല കേട്ടോ. ഒരു പാപമാണ്. സ്നേഹനിധിയായ ഭാര്യയുടെ പേര് പ്രവീണ. നല്ല സുന്ദരിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രതാപിന് ഒത്ത ഒരു അടിപൊളി ഭാര്യ തന്നെ. അയാൾക്ക് നല്ല വെളുത്ത നിറമാണ്. 6 അടിയോളം ഉയരമുണ്ട്. അതിനൊത്ത ശരീരവും. നല്ല സുന്ദരനാണ് കാണാൻ. താടിയും പോലെ കട്ടിയുള്ള മീശയും. അല്പമായി നരച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി നരയ്ക്കാൻ വിടാറില്ല. ഡൈ ചെയ്ത് ആ യുവത്വമെന്നും കാത്തു സൂക്ഷിക്കാനാണ് പുള്ളിക്ക് ഇഷ്ടം. തലമുടിയും അങ്ങനെ തന്നെ. മുടി അങ്ങനെ കൊഴിയാറില്ല കേട്ടോ. ഇത്തരം കാര്യങ്ങളിൽ ആരോഗ്യത്തിലുമൊക്കെ നല്ല ശ്രദ്ധയുണ്ട്. അതുകൊണ്ടാവും ഈ 50-ാം വയസ്സിലും ആൾക്കൊട്ടും കുടവയറില്ല. നല്ല ഉറച്ച ശരീരമാണ്. കുട്ടികളോടും മുതിർന്നവരോടും സ്ത്രീകളോടുമൊക്കെ ഒരേപോലെ പെരുമാറും. അത്രയും സ്നേഹത്തോടെ. അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയും, എൻ്റെ ഈ ഭാര്യയാണ് എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന്. അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാതെ വയസ്സാം കാലത്ത് കിടപ്പിലായപ്പോഴൊക്കെ കണ്ണിമച്ചുമാതി നോക്കിയിരുന്നത് പ്രവീണയാണ്. ആ ഒരു സ്നേഹമൊക്കെ അയാൾക്ക് ഭാര്യയോട് നന്നായിട്ടുണ്ട്. മക്കൾക്കും കൺകണ്ട ദൈവമാണ് അവരുടെ അമ്മ. ഏത് ജോലിക്കും എത്ര പ്രഷറുള്ള കാര്യത്തിനും പോയി കഴിഞ്ഞാലും വീട്ടിലെത്തി പ്രവീണ അയാളുടെ തലമുടിയിലൂടെ ഒന്ന് വിരലോടിക്കുമ്പോൾ തന്നെ സകല ടെൻഷനും മറക്കും. നല്ലൊരു മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. പ്രവീണയ്ക്കും അങ്ങനെ തന്നെ. ദൈവത്തെ പോലെയാണ് അവൾ ഭർത്താവിനെ കാണുന്നത്. നല്ല സുന്ദരിയാണ്. അയാളുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പാകത്തിന് ഒരു 5.5 അടിയോളം ഉയരമുണ്ട്. ആ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസവും ബഹുമാനവുമാണ് പ്രവീണയോട്. ഒരു അവസാന വാക്ക് പല കാര്യങ്ങളിലും പ്രവീണ പറയാറുണ്ട്. അതുപോലെ തന്നെ ആ സൗന്ദര്യവും. തലമുടിക്ക് മുട്ടറ്റ നീളമുണ്ട്. മെടഞ്ഞെപ്പോഴും ഇട്ടിരിക്കും. ആവശ്യത്തിലധികം സിന്ദൂരം വാരി തേക്കുന്നതും ഒരു വലിയ വട്ടപ്പൊട്ടുമൊക്കെ അവളുടെ അടയാളങ്ങളാണ്. ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും മറ്റ് സ്വത്തുവകകളും ഉണ്ടെങ്കിലും അതൊക്കെ പ്രകടിപ്പിച്ച് നടക്കുന്നത് വലിയ താല്പര്യമില്ല കക്ഷിക്ക്. കഴുത്തിൽ താലിമാലയുണ്ട്. അതിനൊപ്പം തന്നെ 2 കൈകളിലും ഓരോ വളയും. കഴിഞ്ഞു ആഭരണങ്ങളൊക്കെ. പിന്നെ ഒന്നുകൂടെ, ഇരുകാലുകളിലും പാദസരമുണ്ട് കേട്ടോ. അതും പൊന്നിന്റെ തന്നെയാണ്. പിന്നെ ആറ്റുനോറ്റ് ആഗ്രഹിച്ച് മേടിച്ചു കൊടുത്ത ഒരു പൊന്നരഞ്ഞാണമുണ്ട് പ്രതാപ് അത് വാങ്ങി അവൾക്ക് അണിയിച്ചു കൊടുക്കുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു പ്രവീണയ്ക്ക്. സാരിക്കിടയിലൂടെ അത് പുറത്തേക്ക് കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര കൊതിയാവും. അയാളെ ആ അരഞ്ഞാണം കാണിപ്പിച്ച് അവൾ നന്നായി കൊതിപ്പിക്കാറുമുണ്ട്. എങ്കിലും
പ്രതാപിന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു പാവം പത്നിയാണ് ഭാര്യ. ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും യാത്രകളൊക്കെ പോവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനൊന്ന് പ്രതികരിക്കാൻ പോലും അവൾ തയ്യാറാവില്ല. എല്ലാത്തിനും പ്രതാപിന്റെ കയ്യെത്തണം. അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇങ്ങനെ നീ എല്ലാ കാര്യത്തിനും എന്നെ ആശ്രയിച്ചാൽ എങ്ങനെയാ? സ്വന്തമായി തീരുമാനമൊക്കെ എടുക്കാൻ പാകത്തിനുള്ള പക്വതയായില്ലേ? 2 മക്കൾക്ക് വിവാഹപ്രായമായി, അത് ഓർമ്മ വേണം. അവൾ പറയും, ഏയ് അതൊന്നും വേണ്ട, എനിക്ക് ഏട്ടന്റെ കീഴിൽ ഇങ്ങനെ ജീവിക്കുന്നതാ ഇഷ്ടം. ഏട്ടനൊരു തീരുമാനം പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു പത്നിയാവുക, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. അയാൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈശ്വര, ഇത്രയും പതിവ്രതയായ ഒരു ഭാര്യ എനിക്ക് തന്നതിനെ ഓർത്ത് നന്ദിയുണ്ട്. നീയാണ് മോളെ എന്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും കൊണ്ടുതരുന്നവൾ. വേറെ ഒരു പെണ്ണായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. തിരിച്ച് ഒരു മറുവാക്ക് പോലും പറയില്ല. ഇനിയിപ്പോൾ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അവൾ മിണ്ടില്ല. കുറച്ചു നിമിഷം കഴിയുമ്പോൾ അയാൾ തന്നെ അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്തിയാലേ അവൾ അത് അംഗീകരിക്കുകയുള്ളൂ. ഒന്ന് മറുത്തു പറയാനോ തർക്കിക്കാനോ എന്ന് വേണ്ട. ഈ 25ഓ 26ഓ കാലത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോഴും അതിനിടയിൽ പോലും നല്ല രീതിയിൽ ഒന്ന് രണ്ടാളും വഴക്കിടുകയോ പിണങ്ങുകയോ ചെയ്തിട്ടില്ല. അതൊക്കെ എല്ലാം തന്റെ ഭാര്യയുടെ കഴിവാണെന്നാണ് പ്രതാപ് പറയുന്നത്. ഒരു കണക്കിന് അങ്ങനെയാണ് താനും. വീട് വൃത്തിയാക്കാനൊക്കെയായി 2 സ്ത്രീകൾ വരും. ഒരാൾ പാചകത്തിനും നിൽക്കും. അതുപോലെ തന്നെ ഏക്കർ കണക്കിനുള്ള പറമ്പ് നോക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വലിയ തെങ്ങും തോട്ടമുണ്ട്. ആ തെങ്ങും തോട്ടത്തിൽ എപ്പോഴും പലപ്പോഴായി തെങ്ങ് കയറ്റക്കാരും വരാറുണ്ട്. പിന്നെ ഒരു വലിയ കുളം, അത്യാവശ്യം മത്സ്യങ്ങളൊക്കെ ഉണ്ടതിൽ. പറമ്പിലല്ലാതെ അല്ലറ ചില്ലറ കൃഷികളുണ്ട്. പിന്നെ 3-4 പശുക്കൾ എന്ന് വേണ്ട സമൃദ്ധി തന്നെയാണ് ആ കുടുംബത്ത് കളിയാടുന്നത്. മക്കളൊരാൾ MBBSനും ഒരാൾ നഴ്സിങ്ങിനുമാണ് പഠിക്കുന്നത്. അവരുടെ ആഗ്രഹം പോലെ തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രീയത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഉള്ളത് കൊണ്ട് പ്രതാപ് പലപ്പോഴും വീട്ടിലുണ്ടാവാറില്ല, യാത്രകളിലായിരിക്കും. പ്രവീണയ്ക്കതിൽ ഇടയ്ക്കിടയ്ക്ക് പരാതികളുണ്ട്. ഒരു അവധി ദിവസമെങ്കിലും വീട്ടിൽ നിന്നൂടെ, എൻ്റെ ഒപ്പം ചെലവഴിച്ചുകൂടെ? അയാൾ പറയും, ഇന്നലെ വൈകിട്ട് 8 മണിക്ക് ഞാൻ വന്ന നിമിഷം തുടങ്ങി ദാ ഇപ്പോൾ രാവിലെ 9 മണിയായി, ഇതുവരെ നിന്റെ ഒപ്പമല്ലേ പെണ്ണെ? എപ്പോഴും ഇങ്ങനെ ഒന്നിച്ചു നിന്നാൽ മതിയോ? നമുക്ക് തൊഴിലെടുത്താലല്ലേ ജീവിക്കാൻ പറ്റൂ. അത് പറയുമ്പോൾ അവളൊന്ന് ഗോഷ്ടി കാണിക്കും. പിന്നെ ഇന്ന് പറമ്പിൽ പണിക്കാർ വരും. അവർക്ക് കൊടുക്കാനുള്ളത് ഞാൻ അലമാരയിൽ വെച്ചിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ പറയുന്നത് എടുത്ത് കൊടുത്തോളൂ. പിന്നെ ഇന്നലെ നമ്മുടെ ജോലിക്കാരി ഭവാനി ചേച്ചി മകളുടെ ഫീസിന് വേണ്ടിയിട്ട് അഡ്വാൻസായി കുറച്ച് പൈസ ചോദിച്ചിരുന്നു. ഒരു 5000 ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൊടുക്കണം കേട്ടോ. ഓ ശരി, കൊടുത്തേക്കാമല്ലോ. അവൾക്ക് ഭർത്താവിന്റെ ഇത്തരം കാര്യങ്ങളിൽ വളരെ സന്തോഷമാണ്. ജോലിക്കാരോ മറ്റു പാവപ്പെട്ട രീതിയിലുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ മറുത്തൊരക്ഷരം പറയാറില്ല. അവർ 2000 ചോദിച്ചാൽ കയ്യിൽ നിന്ന് 1000 കൂടിയിട്ട് 3000 ആക്കി കയ്യിൽ കൊടുക്കും. അത്രയും ഉദാരമനസ്കനുമാണ്. അതുപോലെ തന്നെയാണ് പ്രവീണയും കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനിരട്ടിയായി തന്നെ അവൾ കൊടുത്ത് സന്തോഷിപ്പിക്കും. അപ്പോൾ ഞാനിനി ഏതാണ്ട് 5:30 മണിയാവും വൈകുന്നേരം എത്തുമ്പോൾ. ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ കഴിച്ചോളാം. ഏട്ടനും ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കണം. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ. പോയിക്കോട്ടെ. ശരി. അയാൾ കാറിലേക്ക് കയറി. ഡ്രൈവർ വണ്ടിയെടുത്തു. പുറത്തേക്ക് കൈനീട്ടി ഒരു ബൈ പറഞ്ഞ് പ്രതാപ് പോയി. സങ്കടത്തോടെ ഭർത്താവ് പോകുന്നത് നോക്കി അവൾ നിന്നു. സാരി എടുത്ത് ദേഹത്തേക്ക് ചുറ്റി അവൾ മുറിക്കകത്തേക്ക് കയറി കതകടച്ചു. അസ്വസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്ത് ചെയ്യും? അങ്ങനെ ആ ദിവസവും കടന്നുപോയി. ഏതാണ്ട് 2 മണിയായി കേട്ടോ. അപ്പോഴേക്കും തന്റെ മീറ്റിങ്ങും പോവാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യവും മന്ത്രിയെ ഒന്ന് കാണണമായിരുന്നു. ആ ചടങ്ങുമെല്ലാം വളരെയധികം വിചാരിച്ചതിലും വേഗം നടന്നു. വീട്ടിലേക്ക് ഇത്ര നേരത്തെ പോകുന്നതിൽ അയാൾക്ക് സന്തോഷമുണ്ട്. ഭാഗ്യം. എങ്ങനെയെങ്കിലും നേരത്തെ വരാൻ നോക്കുന്നു. പോവണ്ട എന്നുമൊക്കെ വാശി പിടിച്ച് കരഞ്ഞിരുന്ന ആളായിരുന്നു പ്രവീണ. അവൾക്ക് സന്തോഷമാവും താൻ നേരത്തെ ചെല്ലുമ്പോൾ. ഇന്ന് അവളുമായി ഒന്ന് പുറത്തു പോകണം. കുറച്ച് ഷോപ്പിങ്ങോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ നിന്നൊരു ഭക്ഷണം കഴിക്കൽ. അതുമല്ലെങ്കിൽ
വേണമെങ്കിൽ ഒന്ന് ബാംഗ്ലൂരിലേക്ക് പോകാം. അവിടെ പോയാൽ മോനെ ഒന്ന് കാണാമല്ലോ. അങ്ങനെ പല പല കാര്യങ്ങളുമായിട്ടാണ് അയാൾ വണ്ടിയിലിരുന്നത്. ഏതായാലും സർപ്രൈസ് ആയിക്കോട്ടെ. നേരത്തെ വരുന്ന കാര്യം അവൾ അറിഞ്ഞിട്ടില്ല. ആ പെണ്ണിനെ ഒന്ന് ഞെട്ടിക്കാം. രണ്ടുപേർക്കും വയസ്സ് 50ഉം 45ഉം ആണെങ്കിലും ഇപ്പോഴും ചെറുപ്പത്തിലെ കുട്ടിക്കളിക്കൊന്നും ഒരു കുറവുമില്ല. അയാൾ അകത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ ലിവിംഗ് റൂമിലൊന്നും ആരെയും കണ്ടില്ല. ആ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ അല്ലെങ്കിൽ ഒരാൾ കടന്നകത്തേക്ക് കയറിയാൽ ആരറിയാനാണ്. അയാൾ ഒരുപാട് സമയം അവിടെ നോക്കി സോഫയിലിരുന്നു. പ്രവീണ വരുന്നില്ല. അത് ശരി, എങ്കിൽ ചിലപ്പോൾ ഉറക്കമായിരിക്കും. അങ്ങനെ പകലുറങ്ങുന്ന പ്രകൃതക്കാരിയൊന്നും അല്ല അവൾ. ചിലപ്പോൾ ആ തയ്യൽ മെഷീനുമായി തുന്നാൻ കയറിയിട്ടുണ്ടാവും. അവളുടെ അമ്മ കൊടുത്ത തയ്യൽ മെഷീനാണ്. ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് ആ തയ്യൽ മെഷീനിൽ ഓരോന്നും തുന്നിക്കൂട്ടുന്നത് കാണാം. എങ്കിലും അങ്ങോട്ട് പോവുക തന്നെ. പ്രതാപ് തയ്യൽ മെഷീനും അവൾ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ വെച്ചിരിക്കുന്ന ആ മുറിയിലേക്ക് എത്തി. ഇല്ല, അവിടെയും കാണുന്നില്ല. ഷെടാ, പിന്നെ ഈ പെണ്ണത് എവിടെയാ? അപ്പോഴേക്കും കിടപ്പുമുറിയുടെ വാതിൽ പകുതി തുറന്നു കിടക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് അത് അടച്ചിട്ടില്ല. അയാൾ എന്നാലും ജനലിൽ കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. വാതിലിൽ കൂടെ നോക്കിയാൽ അവൾ കണ്ടാലോ? പമ്മിയാണ് പ്രതാപ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഒരു വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടുമാണ് അയാളുടെ വേഷം. ഖദറാണ് കേട്ടോ. ജനലിനടുത്ത് ചെല്ലുമ്പോഴേക്കും എന്തോ പതിവില്ലാത്ത ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് മുറിയിൽ നിന്നും. ഒരാണിൻ്റെതാണത്. പരുക്കൻ ശബ്ദം. അയാൾക്ക് അത്ഭുതമായി. ഇതാരാണ് ഈ സമയത്ത്, അതും തങ്ങളുടെ കിടപ്പുമുറിയിൽ? അയാൾ നോക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. പകച്ചുപോയി പ്രതാപ്. ഒരിക്കലും ഇതുപോലൊരു അവസരം ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ കാണുന്നത് സ്വപ്നമായിരിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു പോയി. കണ്ണു തിരുമ്മിക്കൊണ്ട് അയാൾ വീണ്ടും കുനിഞ്ഞു നിന്ന് ജനലിലൂടെ നോക്കി. തന്റെ ഭാര്യ ബെഡിൽ മലർന്നു കിടക്കുകയാണ്. അവൾക്ക് വസ്ത്രമൊന്നുമില്ല. അതാ വീട്ടിൽ തെങ്ങ് കയറാൻ വരുന്ന ആ മണി എന്ന് പറയുന്ന ആൾ. മണിയൻ അവളുടെ പല ഭാഗങ്ങളിലുമായി ഓടി നടക്കുകയാണ്. അയാൾക്ക് ഞെട്ടലുണ്ടായി. ദേഷ്യം ഇരച്ചു കയറി. മൂക്കിലും ചുണ്ടിലുമെല്ലാം ചോര ഇരച്ചു കയറുന്നത് പോലെ തല കറങ്ങുന്നു. അയാൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മണിയുടെ ഓരോ കരപ്രയോഗത്തിലും ഓരോ വിരൽ പ്രയോഗത്തിലും അവൾ യാതൊരു മടിയുമില്ലാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു തന്നെയാണ് അവൾ കിടന്നു കൊടുക്കുന്നത്. സന്തോഷത്തോടെ അയാളുടെ ഓരോ സ്പർശനവും ഏറ്റുവാങ്ങി അവൾ നിലവിളിക്കുന്നുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, ഇരച്ചു കയറിയ ദേഷ്യം പെട്ടെന്ന് ഇല്ലാതാവുന്നത് പോലെ പ്രതാപിന് തോന്നി. അയാൾ നോക്കുമ്പോൾ അയാൾക്കൊരനക്കം, അതും അയാളുടെ ആ തുണിക്കടിയിൽ. എന്താണ് ഈ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഭാര്യ മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുക്കുന്നത് കാണുമ്പോൾ ദേഷ്യമല്ലേ വരേണ്ടത്? അവളെയും അവനെയും വലിച്ചു കയറി ഒട്ടിക്കാൻ പാകത്തിന് ദേഷ്യം വരേണ്ടിയിരിക്കുന്നു. എങ്കിലും തനിക്കതാ മറ്റു പല വികാരങ്ങളുമാണ് വരുന്നത്. പ്രതാപ് അത്ഭുതപ്പെട്ടുപോയി. അവളാവട്ടെ ആസ്വാദനം കൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിൽക്കാര ശബ്ദങ്ങൾ വളരെയധികം ശബ്ദത്തിൽ തന്നെ പുറപ്പെടുവിക്കുന്നുണ്ട്. ആ ശബ്ദവും അവളുടെ പുളച്ചിലും കണ്ണുകൾ മേൽപോട്ട് പോക്കിയുള്ള ആ എക്സ്പ്രഷനും ഒക്കെ കണ്ടപ്പോൾ അയാളുടെ സകല കൺട്രോളും പോകുന്നത് പോലെ. ആ അനക്കം ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. രോമരാജികളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. ശരീരത്ത് കോരിത്തരിപ്പും സകല നിയന്ത്രണം വിട്ടിട്ടുള്ള ന്യൂറോൺസും ആ ഞരമ്പുകളുമൊക്കെ വലിഞ്ഞു മുറുകുന്നു. എന്തെന്നില്ലാത്ത സുഖവും സന്തോഷവും ശരീരത്തെ വ്യാപിക്കുകയാണ് പ്രതാപിന്. അയാളുടെ കൈകൾ അയാൾ അറിയാതെ സാധനത്തിലേക്ക് എത്തി. അവിടെ വെച്ച് അയാൾ പതുക്കെ ഒന്ന് പിതുക്കി കേട്ടോ. അയാൾ ആസ്വദിച്ചാണിപ്പോൾ ഭാര്യയുടെ ആ സ്വകാര്യ നിമിഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിയന് നല്ല ഉറച്ച ശരീരമാണ്. മെലിഞ്ഞിട്ടാണെങ്കിലും അത്യാവശ്യം മസിലുകളൊക്കെ ഉണ്ട്. തെങ്ങുകയറ്റക്കാരനായതുകൊണ്ടാവും സ്റ്റാമിനയ്ക്കൊന്നും ഒരു കുറവുമില്ല. നല്ല ഒന്നാം തരം ജോലിക്കാരൻ. വിയർത്ത് പണിയെടുക്കുന്ന ആളാണ് എല്ലാ ദിവസവും. അയാൾ അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും പൊങ്ങി വരുന്നതുമൊക്കെ കൊതിയോടെ കണ്ടുകൊണ്ടിരുന്നു പ്രതാപ്. ഒടുവിൽ ആ അവസാന നിമിഷമാകുമ്പോൾ ആർത്തിയോടെ മണിയൻ അവളിലേക്ക് പടർന്നു കയറുന്നതും പൊങ്ങിത്താണ് എല്ലാ സുഖങ്ങളും അവളിലേക്ക് പകർന്ന് ആ താളത്തിലുള്ള താളം തുള്ളലുമൊക്കെ കൊതിയോടെ കണ്ടു നിന്നു അയാൾ.
ഇടയ്ക്കിടയ്ക്ക് തനിക്ക് കാഴ്ച മറയുമ്പോൾ ജനലിലൂടെ വല്ലാതെ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എത്തിച്ചു പിടിച്ചൊക്കെ പ്രതാപ് കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. സകല നിയന്ത്രണവും വിട്ട് നിലവിളിക്കുന്ന തന്റെ ഭാര്യയെ ആദ്യമായിട്ടാണ് അയാൾ കാണുന്നത്. അവളുടെ വായിൽ നിന്ന് ഉറക്കെ ഒന്ന് ഒച്ച കേൾക്കാൻ അയാൾ പലപ്പോഴുമായി കിടപ്പറയിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കാറില്ലേട്ടാ, കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞ് കുറുകൽ മാത്രം പുറത്തേക്ക് വരുന്ന ഭാര്യയെ അയാൾ ഓർത്തു. ഇപ്പോൾ എവിടെ പോയി അവളുടെ കുടുംബത്തിൽ പിറന്ന ആ പെണ്ണിന്റെ ശാലീനതയ്ക്ക് നല്ല ഒന്നാന്തരമായി നിലവിളിക്കുന്നുണ്ടവൾ. അവളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാം വിടർത്തിയും അടർത്തിയും വെച്ചു കൊടുക്കുന്നുണ്ട്. അയാളാവട്ടെ തന്റെ എല്ലാ കരുത്തും അവളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നിന്നുകൊണ്ട് അയാളുടെ ഓരോ സ്പർശനവും അവൾ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി. ഒടുവിൽ ഒരു തുള്ളി പോലും പുറത്തു കളയാതെ അയാൾ അവളിലേക്ക് തന്നെ എല്ലാം പകർന്നു കൊടുത്തു. ഹിതപ്പോടെ പ്രതാപ് അവളിലേക്ക് അമരുമ്പോൾ അവൾ അയാളെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ 5 മണിയാകുമ്പോഴേ വരുള്ളൂ, അതുവരെ പോവല്ലേ മണിയാ, എന്റെ ഒപ്പം നിൽക്ക്. അയാൾ ഞെട്ടിപ്പോയി. അത് ശരി, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്റെ കൊച്ചമ്മ, ഞാൻ പോയിക്കോട്ടെ, സാറ് വന്നു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല. അത് ശരി, നിന്റെ ഈ പറച്ചിൽ കേട്ടാൽ ആദ്യമായിട്ടാണെന്ന് തോന്നുമല്ലോ. നിന്റെ സാറ് എപ്പോ പണിക്ക് പോയാലും നിന്നെ ഞാൻ വിളിക്കുമ്പോൾ മടിയാണെങ്കിലും നീ ഓടി വരാറില്ലേ? അത് പിന്നെ കൊച്ചമ്മ വിളിച്ചാൽ ഞാൻ എങ്ങനെ വരാതിരിക്കും? ഇതുപോലൊരു സുന്ദരിയെ ഈ നാട്ടിൽ വേറെ ആർക്കും കിട്ടാറില്ലല്ലോ. തന്റെ ഭാര്യ തന്നെയാണ് ആ ജോലിക്കാരനെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയെന്ന് ഓർത്തപ്പോൾ അയാൾക്കൊന്നും കൂടെ വല്ലായ്മ തോന്നിപ്പോയി. ഞാൻ പോട്ടെ കൊച്ചമ്മ, സമയം വൈകി. ഇനി എങ്ങാനും നമ്മുടെ മുതലാളി നേരത്തെ വന്നാലും മതി, പണിയാകും. ശരി ശരി, എന്നാൽ നീ പൊയ്ക്കോളൂ. മണിയൻ വസ്ത്രങ്ങളൊക്കെ വാരി ചുറ്റി അവിടെ നിന്ന് ഇറങ്ങി. പുറത്തേക്ക് നോക്കുമ്പോൾ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. തന്നെ കാണാതിരിക്കാനായി ഒന്ന് മറഞ്ഞു നിന്നു പ്രതാപ്. അല്പസമയം അയാൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അടുത്തുള്ള ഗസ്റ്റ് റൂമിൽ കയറി കഥകടച്ചയാൾ ഇരുന്നു. തന്റെ ഭാര്യ താൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല. ശാലീനതയും പതിവ്രതയുമായി താൻ കരുതിയിരുന്ന ഭാര്യ അതാ ആ പണിക്കാരനെ കയറ്റി ആഗ്രഹത്തിന് തീർപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ താൻ ചെയ്യുന്നതിനൊന്നും അവൾക്ക് തൃപ്തിയില്ലേ? ഞാൻ ചെയ്യുന്നത് മതിയാവാഞ്ഞിട്ടാവുമോ? അയാൾ ആലോചിച്ചു. ഇനി വേറെ ഏതൊക്കെ പണിക്കാരെ കയറ്റുന്നുണ്ടാവും അവൾ ഇങ്ങോട്ടേക്ക്? ഡ്രൈവറെയും, ജോലിക്ക് നിൽക്കുന്ന പണിക്കാരനെയും, പറമ്പിൽ കിളക്കാൻ നിൽക്കുന്ന ആളെയും, പശുവിനെ നോക്കുന്ന ആളെന്ന് വേണ്ട, അവിടെയുള്ള പല ജോലിക്കാരുടെയും പേരിൽ അയാൾക്ക് സംശയം വന്നു. അവരെല്ലാവരും ഒന്നിച്ച് ഒരിക്കൽ തന്റെ ഭാര്യയെ ഇതുപോലെ എടുത്തിട്ട് അമ്മാനമാടുന്നത് അയാൾ മനസ്സിൽ സങ്കല്പിച്ചപ്പോഴേക്കും ദേഹത്ത് ഇതുവരില്ലാത്ത സുഖമായിരുന്നു പ്രതാപിന് വന്നത്. ഒരു 1.5 പൂത്തിരിയായിരുന്നു അയാൾ ആ മുറിയിലിരുന്ന് പൊട്ടിച്ചത്. അറിയാതെ വായിൽ നിന്ന് വന്ന ശബ്ദം കൈകൾ കൊണ്ട് അടക്കി പിടിച്ച് അയാൾ പൊട്ടിച്ചു. ഇനിയെങ്കിലും മുറിയിലേക്ക് ചെല്ലണം, കുറച്ച് സമയം കൊടുക്കാം. അലസിയായി കിടക്കുന്ന അവൾ ഒന്ന് കുളിച്ച് വസ്ത്രം മാറാനുള്ള സമയം അയാൾ കൊടുത്തു. ഏതാണ്ട് 4:30 ആയപ്പോഴേക്കും അയാൾ ചെന്ന് ആ ഡോറിലേക്ക് മുട്ടി. ഇപ്പോൾ അതാ അത് അടച്ചു പൂട്ടിയിട്ടിട്ടുണ്ട്. കഥയിൽ മുട്ടുമ്പോഴേക്കും ഓടി വന്ന് കഥക് തുറന്നു നമ്മുടെ പ്രവീണ. ആഹാ, ഏട്ടനെപ്പോ വന്നു? ഒന്ന് വിളിക്കായിരുന്നില്ലേ? കാത്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. എങ്കിലും എന്തൊരു പോക്കാ പോയത്. നേരത്തെ വരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചതാണല്ലേ? അവൾ ചുണ്ടിയെടുത്തു. ഏട്ടനെ കാണാന്ന് എത്ര സങ്കടത്തിലാ ഞാൻ ഉറങ്ങിയെന്നറിയാമോ? അയാൾ മനസ്സിലോർത്തു. അമ്പടി കള്ളി, നീ ഉറങ്ങിയെന്നല്ലേ? നിന്റെ സകല അഴിഞ്ഞാട്ടവും ഞാൻ കണ്ടായിരുന്നു. അയാൾ മനസ്സിലോർത്തു. ഇനിയും ഇതുപോലെ എന്തായാലും കാണാനുള്ളതാണ് തനിക്ക്. ഒരാഗ്രഹത്തിനും അറുതി വരുത്തണ്ട. അവളും വേണമെങ്കിൽ ഇതുപോലെ തിമിർക്കട്ടെ. പറയാതെ തന്നെ എല്ലാ ദിവസവും ഇനി പോണം. സമയത്തിന് മുന്നേ ഒളിച്ചു വരണം. അവളുടെ എല്ലാ കാര്യങ്ങളും ഒളിച്ചു കാണുമ്പോൾ കിട്ടുന്ന തൃപ്തി വേറെ തന്നെയാണ്. താൻ കുറച്ചു മുന്നേ വിട്ട പൂത്തിരിക്ക് ജീവിതത്തിൽ ഇത്രയും കാലം വിട്ടതിനേക്കാളൊക്കെ 10 മടങ്ങ് സുഖമുണ്ടായിരുന്നു. മനസ്സിലോർത്തു. ഏട്ടന് വാ, ഏട്ടന് വേണ്ടി ഞാൻ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് കാണണോ? അടുക്കളയിൽ നിന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ട മധുരപലഹാരമൊക്കെയായി അവൾ വന്നു. പതിവ് പോലെ ചേർത്ത് പിടിക്കാനോ കുട്ടിക്കളി കളിക്കാനോ ഒന്നും പ്രതാപ് നിന്നില്ല. അയാൾ ആലോചനയിൽ തന്നെയാണ്. എന്തു പറ്റി ഏട്ടാ? എന്തു പറ്റി? ഒന്നുമില്ല മോളെ, ഞാനൊന്ന് കിടക്കട്ടെ. നല്ല സുഖമില്ല, ഒരു തലവേദന. ശരി, ഏട്ടനെന്നാൽ കിടന്നോളൂ. ഞാനെന്നാൽ താഴേക്ക് പോയിക്കോട്ടെ. ശരി. അയാൾ ബെഡിലേക്ക് കിടക്കുമ്പോഴേക്കും
അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പോയിരുന്നു. അയാൾ മനസ്സിലോർത്തു, ചെല്ല് ചെല്ല്, എന്നെ ഇപ്പോൾ വണ്ടിയിൽ കൊണ്ടുവന്നാക്കിയ ഡ്രൈവറുണ്ട് താഴെ. അയാളെ കാണാനായിരിക്കും ചിലപ്പോൾ ഇവൾ ഓടിപ്പോകുന്നത്. അയാൾ ചിലപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ഒരു കാഴ്ച കാണാൻ പറ്റിയെങ്കിലോ. പുറത്തേക്ക് എഴുന്നേറ്റ് പ്രതാപ് നോക്കി ബാൽക്കണിയിലൂടെ. അയാൾ വിചാരിച്ചത് സത്യമായിരുന്നു. ഡ്രൈവറിന്റെ അടുത്ത് കിന്നരിച്ചുകൊണ്ട് നിൽക്കുന്ന തന്റെ ഭാര്യയെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇവൾ താൻ വിചാരിച്ചിട്ടുള്ള ആളൊന്നുമല്ല. താൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറം എന്തൊക്കെയോ ആണ്. അവളുടെ ആ പെർഫോമൻസ് മുഴുവനും മറിഞ്ഞിരുന്ന് കാണാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അവളുടെ ഓരോ കള്ളക്കളികളും ഇനി കൊതിയോടെ കാണാൻ കാത്തിരിക്കുകയാണ് പ്രതാപ്. നമ്മുടെ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ ഈ സ്റ്റോറി നമ്മുടെ ഒന്നാം തരം ആ തെങ്ങുകയറ്റക്കാരൻ മണിയും പ്രതാപിന്റെ ഭാര്യ പ്രവീണയുമായിട്ടുള്ള ഈ മുഹൂർത്തങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടതുപോലെ വിവരണങ്ങൾ കേൾക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തോളൂ. അവിടെ ഫുൾ ഓപ്പണായി തന്നെ ഈ കഥകളൊക്കെ കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം സൂപ്പർ കഥയുമായി ഞാൻ വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.